Next, we honor our very own Reverend Father Kenzie Joseph Mamotil, S.J., Chaplain of Birmingham University, as the fruit of SMCA Kuwait. I request Mr. Davis Kolatuguri of SMCA KRF Joint Secretary to give a few words about Reverend Father Kenzie Joseph. Reverend Father Kenzie Joseph Mamutil, S.J. Mamutil Joseph Tangachan, കുഞ്ഞമ്മ തങ്കച്ചൻ ദമ്പതികളുടെ പുത്രനായി 1980 കുവൈറ്റിൽ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം കുവൈറ്റിൽ. ബോംബെ IITയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ഉന്നത വിജയം. കൂടാതെ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്നും ബാച്ചിലർ ഓഫ് ഡിവിനിറ്റിയിൽ ബിരുദവും മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് തിയോളജിയും പ്രശംസനീയമാം വിധം കരസ്ഥമാക്കി. 2018 സൊസൈറ്റി ഓഫ് ജീസസ് സന്യാസഭയിൽ ലണ്ടനിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് മാതൃഇടവകയായ പാലാരിവട്ടം സെയിൻറ്റ് മാർട്ടിൻ ഡി പോറസ് ചർച്ചിൽ സീറോ മലബാർ ക്രമത്തിൽ പ്രഥമ വേലി അർപ്പിച്ചു. 1997 SMCA കുവൈറ്റിൻ്റെ കുട്ടികളുടെ വിഭാഗമായ ബാലദീപ്തിയുടെ പ്രഥമ കൺവീനറായി പ്രശംസനീയമായ വിധത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ച ബാലനായ കെൻസി ആ കാലയളവിൽ വിവിധ മത്സരങ്ങളിൽ, പ്രത്യേകിച്ച് പ്രസംഗ മത്സരങ്ങളിലും ഡിബേറ്റുകളിലും വിജയിച്ച് തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ഉയർന്ന ശ്രേണിയിലുള്ള തൻ്റെ ഉദ്യോഗം രാജിവെച്ചുകൊണ്ടാണ് പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുക്കുവാൻ ഫാദർ കെൻസി തീരുമാനിച്ചത്. ഉയർന്ന പദവികൾ നേടി മുന്നേറാൻ അവസരമുണ്ടായിട്ടും ആത്മീയ ജീവിതം തിരഞ്ഞെടുത്തതിന് SMCA കുവൈറ്റ് രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ റവറൻഡ് ഫാദർ കെൻസി ജോസഫ് മമ്മൂട്ടിൽ SJക്ക് ഫ്രൂട്ട് ഓഫ് SMCA കുവൈറ്റ് എന്ന ബഹുമതി സീറോ മലബാർ സഭാതലവനും പിതാവുമായ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്ത അഭിമന്യ കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി SMCA കുവൈറ്റ് റിട്ടേണീസ് ഫോറത്തിന് വേണ്ടി നൽകുന്നു. കെൻസി അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ ഫാദർ കെൻസിയുടെ മാതാപിതാക്കളായ ജോസഫ് തങ്കച്ചനും കുഞ്ഞമ്മ ജോസഫ് തങ്കച്ചനും ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതായിരിക്കും. അവാർഡ് ടു ഫാദർ കെൻസി ജോസഫ് മാമൂട്ടിൽ SJ to honor as the fruit of SMCA Syro Malabar Cultural Association Kuwait in the Silver Jubilee year 2020 by Major Archbishop Mar George Cardinal Alancheri for Syro Malabar Cultural Association Returnees Forum. I now invite Mr. Joseph Tangachan to say a few words. എത്രയും ആരാധ്യനായ അത്യുന്നത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, ആരാധ്യനായ ക്യൂറിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ മാണിയപ്പുരയ്ക്കൽ പിതാവേ, SMCA KRF പ്രസിഡന്റ് ശ്രീ ജേക്കബ് പൈനാടത്ത്, ജനറൽ സെക്രട്ടറി ജോയി, ട്രഷറർ ശ്രീ ജോർജ് ചാക്കോ, മറ്റ് SMCA ഭാരവാഹികളെ, എന്നെ ശ്രമിക്കുന്ന SMCA അംഗങ്ങളെ, സുഹൃത്തുക്കളെ, അവിസ്മരണീയമായ ഈ ദിനത്തിൽ ഞങ്ങളുടെ മകൻ ഫാദർ കെൻസി മാമൂട്ടലിന് വേണ്ടി ഈ ആദരവ് സ്വീകരിക്കുവാനിടയായതിൽ സർവശക്തനായ ദൈവത്തിന് നന്ദി. ഇതിനു മുൻകൈയെടുത്ത SMCA KRF റിട്ടേണീസ് ഫോറം പ്രത്യേകം നന്ദി അർഹിക്കുന്നു. ഞങ്ങളുടെ മകൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിയ SMCA കുവൈറ്റ് ഭാരവാഹികളായിരുന്ന ശ്രീ ജേക്കബ് പൈനാടം, ശ്രീ ജോയി തുമ്പശ്ശേരി, ശ്രീ ജോർജ് ചാക്കോ,
തുടങ്ങിയതും മറ്റെല്ലാവരും ഭാരവാഹികളെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. SMCAയുടെ ബാലവിഭാഗമായ ബാലദീപ്തിയുടെ ഉത്ഭവവും ആദ്യത്തെ കൺവീനറുമായിരുന്ന കെൻസിയുടെ പ്രവർത്തനവും ബാലദീപ്തിയുടെ ഉദ്ഘാടനത്തിൽ കെൻസി ചെയ്ത പ്രസംഗവും അതിന് ബഹുമാനിയായ പൗവത്തിൽ പിതാവും ജോൺ പുരയ്ക്കൽ അച്ഛനും നൽകിയ അഭിനന്ദനവുമെല്ലാം ഓർക്കുകയാണ്. ബാലദീപ്തിക്ക് വേണ്ടി SMCA സംഘടിപ്പിച്ച സെമിനാറിൽ സീറോ മലബാർ സഭയുടെ പാരമ്പര്യവും വളർച്ചയും വരച്ചുകാട്ടി കെൻസി അവതരിപ്പിച്ച പ്രബന്ധം വളരെ പ്രശംസ പിടിച്ചു പറ്റിയതാണ്. SMCA എന്ന സംഘടനയുടെ ആവിർഭാവത്തിനു വേണ്ടി എളിയ രീതിയിൽ ശ്രീ ജേക്കബ് പൈനാടത്തിനോടൊപ്പം പ്രവർത്തിക്കുവാൻ എനിക്കുമിടയായിട്ടുണ്ട്. എങ്കിലും കെൻസിയുടെ സംഭാവനയാണ് എനിക്ക് ഓർക്കാൻ ഇഷ്ടം. ഫാദർ കെൻസി ഞങ്ങളുടെ 2 ആൺമക്കളിലെ മൂത്ത മകനാണ്. രണ്ടാമൻ ഇപ്പോൾ നമ്മുടെ സഭയുടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായി സേവനം ചെയ്യുന്നു. ബാല്യത്തിൽ കെൻസി അൾത്താര ബാലനായും ദീപബലിയിൽ ബൈബിൾ വായിക്കാനും സൺഡേ സ്കൂൾ ആക്ടിവിറ്റീസിനും എല്ലാം മുമ്പിലായിരുന്നു. സ്കൂൾ കാലത്ത് എല്ലാ ക്ലാസ്സുകളിലും ടോപ്പറായും 10-12 ക്ലാസ്സുകളിൽ കുവൈറ്റിൽ നിന്ന് ഏറ്റവും ഉയർന്ന മാർക്കോടെ പാസ്സാകുകയും ചെയ്തു. നല്ലൊരു പ്രാസംഗികനും സംഘാടകനുമായിരുന്നു. കെൻസിയുടെ ആത്മീയ ഉണർവ് ഞാൻ അടുത്തറിഞ്ഞത് ഒരിക്കൽ രാത്രി ഒരു 2 മണിയായി കാണും. റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാത്തത് കണ്ടപ്പോൾ ഇത്രയും ഉണർന്നിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുവാൻ വേണ്ടി ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ മുറിയിൽ മുട്ടുകുത്തിയെന്ന ജപമാല കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്ന മകനെയാണ് കണ്ടത്. കുവൈറ്റിലെ സ്കൂൾ പഠനകാലത്തിനു ശേഷം ബോംബെ IITയിൽ പഠിക്കുന്ന കാലത്തും പവായി ബിഷപ്പ് ഹൗസിലും തുടർന്ന് ഡൽഹിയിൽ ജോലി കിട്ടിപ്പോയ 1 വർഷം അവിടെ ദേവാലയത്തിൽ യൂത്തിനെ സംഘടിപ്പിച്ച് പ്രവർത്തനം ചെയ്തു. പിന്നീട് UK അന്താരാഷ്ട്ര ബാങ്കിൽ ജോലിക്കായി പോവുകയും അവിടെ അവധി ദിനങ്ങളിൽ ചേരികളിലെ നിവാസികൾക്ക് വേണ്ടി സന്നദ്ധ സേവനത്തിന് സമയം കണ്ടെത്തുകയുമായിരുന്നു. 4 വർഷം ജോലി ചെയ്ത് പാവങ്ങളെ സഹായിച്ചതിന് ശേഷം മുഴുവൻ സമയം ദൈവവേലയ്ക്കായി ആണ് തൻ്റെ വിളി എന്ന് പറഞ്ഞ് ജെസ്യൂട്ട് കമ്മ്യൂണിറ്റിയിൽ 2005 അംഗമായി. 2007 വ്രതവാഗ്ദാനം ചെയ്തു. വൈദിക പഠനം ആരംഭിക്കുകയും 2018 തിരുപ്പട്ടം സ്വീകരിക്കുകയുമായിരുന്നു. പ്രഥമ ദിവ്യബലി സീറോ മലബാർ റീത്തിൽ മാതൃഇടവകയായ പാലാരിവട്ടത്ത് അർപ്പിച്ചപ്പോൾ SMCAയുടെയും റിട്ടേണീസ് ഫോറത്തിൻ്റെയും വളരെയധികം അംഗങ്ങളിലും നേതാക്കളും പങ്കെടുത്തു. അതിനുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. 2018 തന്നെ ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രവാസി അപ്പോസ്റ്റലിൽ വിപുലമായ ഒരു ചടങ്ങിൽ ആരാധ്യരായ പൗവത്തിൽ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പെരുന്തോട്ടം പിതാവിൻ്റെ പക്കൽ നിന്നും ആദരം ഏറ്റുവാങ്ങുകയും അതിലും സാക്ഷികളാകാൻ മാതാപിതാക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. അത് നന്ദിയോടെ സ്മരിക്കുന്നു. ഈ മഹനീയ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഈ സാഹചര്യത്തിൽ ഫാദർ കെൻസിക്ക് സാധ്യമാകാത്തതിൻ്റെ ഖേദമുണ്ട്. ഇപ്പോൾ UK ബിർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ചാപ്ലിനായി സേവനം ചെയ്യുന്ന ഫാദർ കെൻസി യാത്ര ചെയ്യാൻ പറ്റാത്തതിനാൽ ആണ് പങ്കെടുക്കാൻ കഴിയാത്തത്. ഫാദർ കെൻസിക്ക് വേണ്ടി നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നുള്ള ദൈവവേലയിലും സഭാസേവനത്തിലും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും യാചിച്ചുകൊള്ളുന്നു. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Next, we like to honor Reverend Sister Mary Jo Menacheri, CSN, Morning Star College, Angamali, as fruit of SMCA Kuwait. I request Mr. Davis Kolaturi to say a few words about Reverend Sister Mary Jo Menacheri. റവറൻഡ് സിസ്റ്റർ മേരി ജോ CSN, SMCA സജീവാംഗമായിരുന്ന മേനാച്ചേരി ജോ സെബാസ്റ്റ്യൻ ലിസി ദമ്പതികളുടെ മകളായ മേരി 5ാം സ്റ്റാൻഡേർഡ് വരെ കുവൈറ്റ് കാർമൽ സ്കൂളിൽ പഠിച്ചു. തുടർന്നുള്ള സ്കൂൾ പഠനം തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലും നടത്തി. കോയമ്പത്തൂർ രാമകൃഷ്ണ കോളേജിൽ നിന്ന് ബയോകെമിസ്ട്രിയിൽ ബിരുദവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും
നേടിയതിനു ശേഷം കുറച്ചു കാലം റിസർച്ച് അസിസ്റ്റൻ്റായി കുവൈറ്റിൽ ജോലി നോക്കി. എന്നാൽ വിശുദ്ധ ഫൗസ്റ്റീനായുടെ ആത്മീയ ജീവിതത്തിൽ ആകർഷയായി സന്യസ്ത ജീവിതം നയിക്കണമെന്ന് തീരുമാനിക്കുകയും കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്തിൽ ചേർന്ന് സിസ്റ്റർ മേരി ജോ CSN ആകുകയുമായിരുന്നു. സിസ്റ്റർ മേരി ജോ കുവൈറ്റിൽ ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയുണ്ടായി. ഡെഡ്ലൈൻ നസ്രത്ത് എന്ന ആത്മീയ കൃതിയുടെ രചയിതാവാണ്. മേക്ക് മൈ ഹാർട്ട് എ സ്വീറ്റ് നസ്രത്ത് എന്ന സംഗീത ആൽബത്തിൻ്റെ രചനയും സംവിധാനവും നടത്തിയിട്ടുണ്ട്. വിദേശത്തും നാട്ടിലും ഉയർന്ന നിലയിലുള്ള ജോലി ലഭിക്കുവാൻ അവസരമുണ്ടായിട്ടും ആത്മീയ ജീവിതം തിരഞ്ഞെടുത്തതിന് SMCA കുവൈറ്റ് രജത് ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ റവറൻഡ് സിസ്റ്റർ മേരി ജോയ്ക്ക് ഫ്രൂട്ട് ഓഫ് SMCA കുവൈറ്റ് എന്ന ബഹുമതി സീറോ മലബാർ സഭാ തലവനും പിതാവുമായ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്ത അഭിമന്യ കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി SMCA കുവൈറ്റ് റിട്ടേണീസ് ഫോറത്തിന് വേണ്ടി നൽകുന്നു. സിസ്റ്ററിനോടൊപ്പം ശ്രീമാൻ ജോ മേനാച്ചേരിയെയും അദ്ദേഹത്തിൻ്റെ പത്നി ലിസി ജോ മേനാച്ചേരിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Award to Sister Mary Jo Menacheri CSN to honor as the fruit of Syro Malabar Cultural Association Kuwait in the Silver Jubilee year 2020 by Major Archbishop Mar George Cardinal Alanjeri for Syro Malabar Cultural Association Kuwait. Sister Mary to say a few words of gratitude. Abhivanya Mar George Alancheri Pidave, Sebastian Pidave, dignitaries on the days and off the days. First of all, I'd like to thank the Lord Almighty for giving me the honor and privilege to be able to stand here as a fruit of SMCA. I remember during my days in Kuwait, I've seen my father and all the uncles here actively participate for the well-being of the association, to deepen, instill, and strengthen the faith among the Catholics in the Gulf and especially in the younger generation. SMCA-leke aayirunna samayathu njan parijayapetta ende kootukaru, especially Tilly, pinne Christine ministry and the catechism teachers akke, they have molded and helped me to discern my vocation. And that is all what brought me to where I am here today. And I'm grateful for all that. Today, as SMCA completes 25 successful years, I thank the Lord Almighty and I pray that God blesses SMCA with many more years and make it bear many more fruits for the vineyard of the Lord. Thank you and God bless. I now request His Excellency Mar Sebastian Vanya Purekil, Kuria Bishop, to say a few words of greetings to the award recipients. സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭിമന്യ ജോർജ് ആലഞ്ചേരി പിതാവേ, KRFിൻ്റെ
ഭാരവാഹികളും പ്രവർത്തകരുമായി വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, 2019 നവംബറിൽ കുവൈറ്റ് സന്ദർശിക്കുവാനും SMCAയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാനും കഴിഞ്ഞ സന്ദർഭം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവിടെയുള്ള സിറ്റി ചർച്ചിലും അബ്ബസിയയിലും സൽമിയയിലും ഫഹഹിലുമൊക്കെ പോയി എങ്ങനെ കുവൈറ്റ് താമസിക്കുന്നവർ തങ്ങളുടെ വിശ്വാസം പാലിച്ച് ജീവിക്കുന്നു എന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞ ഓർമ്മ എൻ്റെ മനസ്സിൽ ഉണ്ട്. അതിലെന്നെ ഏറ്റവും സ്പർശിച്ചത് സിറ്റി ചർച്ചിനോട് ചേർന്നുള്ള നിത്യാരാധന ചാപ്പലിൽ എല്ലാ ദിവസവും കുറേ നേരം പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നപ്പോൾ വിവിധ രാജ്യക്കാരായിട്ടുള്ള ആളുകൾ വന്ന് എത്ര ഭക്തിയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നേരിൽ കാണാൻ ഇടവന്നതാണ്. അതിൽ ധാരാളം മലയാളികളുമുണ്ടായിരുന്നു. ഞാൻ ഏകാഗ്രതയിൽ പ്രാർത്ഥിച്ചു എന്നതിനേക്കാൾ അവിടെ പ്രാർത്ഥിക്കുവാൻ വന്നവരിൽ നിന്ന് എനിക്കേറെ ഉത്തേജനം ലഭിച്ചു എന്നതാണ് വസ്തുത. അബ്ബസിയയിലെ ബേസ്മെൻ്റ് ചർച്ച് കണ്ട രംഗം എൻ്റെ ഓർമ്മയിലുണ്ട്. അവിടെ അന്ന് കുർബാന അർപ്പിക്കാനായിട്ടുള്ള സാധ്യത ഇല്ലാത്തൊരു സന്ദർഭമായിരുന്നു. എങ്കിലും ആ ബേസ്മെൻ്റ് ചർച്ച് വാടകയ്ക്കെടുത്ത്, വലിയ തുക കൊടുത്ത് വാടകയ്ക്കെടുത്ത് ഒരു ദേവാലയത്തിൻ്റെ മാതൃകയിൽ അത് സജ്ജീകരിച്ച് അവിടെ നിരവധി ദിവ്യബലികൾ അർപ്പിക്കപ്പെടുന്നതും കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുന്നതുമായ കാര്യങ്ങൾ വിവരിച്ചത് ഞാൻ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് കേട്ടിരുന്നത്. ഞാൻ പിന്നീട് തിരികെ വന്നുള്ള പല സന്ദർഭങ്ങളിലും ഏതെങ്കിലും വേദിയിലൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ ഇക്കാര്യം അനുസ്മരിച്ചിട്ടുമുണ്ട്. പ്രവാസികൾ യഥാർത്ഥ പ്രേക്ഷിതരാണ്. നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണം എന്ന് അബ്രാഹത്തോടും അതുപോലെ മറ്റ് പല പ്രവാചകരോടും ദൈവം പറഞ്ഞതുപോലെ നിങ്ങളേതെങ്കിലും ജോലിപരമായ ഒരാവശ്യത്തിനായി ഈ മരുഭൂമിയിലേക്ക് പോയി എന്നതിനേക്കാൾ ഇപ്രകാരം അയക്കപ്പെട്ട പ്രേക്ഷിതരാണ് എന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നവരാണ്. നിങ്ങളങ്ങനെ വലിയ അനുഗ്രഹമായി തീർന്നതിൻ്റെ ഓർമ്മയാണ് ഇന്നിവിടെ അനുസ്മരിക്കുന്നത്. SMCAയുടെ ആരംഭത്തെക്കുറിച്ച് ഇവിടെ പല ആവർത്തി പലരും സംസാരിക്കുകയുണ്ടായല്ലോ. ഒരു പ്രതിസന്ധിയെ എങ്ങനെ അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ജന്മനാടിനോടും സംസ്കാരത്തോടും സഭാ പൈതൃകത്തോടുമൊക്കെ വലിയ ആദരവും മമതയും പ്രകടിപ്പിക്കാൻ നിങ്ങളെക്കാലത്തും പരിശ്രമിച്ചു. സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ വർദ്ധിച്ച താല്പര്യം ഏവർക്കുമുണ്ട്. ഒരു നല്ല അൽമായ മുന്നേറ്റമാണ് ഇതിലൂടെ വെളിപ്പെട്ടത്. അർപ്പണബോധമുള്ള അൽമായർ. പ്രവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ മറ്റൊന്നാണ് ഈ കോവിഡ് കാലത്ത് നമുക്ക് കാണാനിടവന്നത്. ഇന്നും ഒരുമിച്ചായിരിക്കാൻ കഴിയാത്ത ധാരാളം ദമ്പതികളും മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ബന്ധുക്കളുമൊക്കെയുണ്ട്. വരുമാനത്തിൻ്റെ ഒരു നല്ല പങ്ക് ഉപവിപ്രവർത്തനങ്ങൾക്കായി വിനിയോഗം ചെയ്യുന്നവരാണ്. പിതാവ് തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ 2018 പ്രളയത്തിൻ്റെ കാലത്ത് ഏതാണ്ട് 4 മാസത്തിനുള്ളിൽ തന്നെ 10 ലക്ഷത്തോളം 12 ലക്ഷത്തോളം രൂപ ശേഖരിച്ച് നൽകുവാനും അത്രത്തോളം തുക പ്രളയ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക്, വീടുകൾ നഷ്ടപ്പെട്ടവർക്ക്, സ്ഥലങ്ങളില്ലാതായി തീർന്നവർക്ക്, രോഗികൾക്ക്, വിദ്യാഭ്യാസ സഹായം ആവശ്യമുള്ളവർക്കെല്ലാമായിട്ട് അത് വിനിയോഗം ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇത് ഒരു ഘട്ടത്തിലെ മാത്രമാണ്. അതിന് മുമ്പും പിന്നീട് ഈ സന്ദർഭങ്ങളിലുമൊക്കെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇവിടം
സിറോ മലബാറിലെ കൂരിയ കേന്ദ്രീകരിച്ചും അല്ലാതെ തന്നെയും ഇത്രയും ആളുകൾക്ക് വിവാഹ സഹായമായി ഭവന നിർമ്മാണത്തിനായിട്ടൊക്കെ നിങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. എല്ലാറ്റിനുമുപരി ബലിയർപ്പണം, വിശ്വാസ പരിശീലനം, അങ്ങനെ നല്ല ദൈവ വിശ്വാസികളായി ജീവിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുകയാണ്. ഇവിടെ തിരികെ വന്നവരുടെ ഒരു ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത് നടക്കുന്നത്. നല്ല നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന, കർത്താവ് പറഞ്ഞതുപോലെ ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഒരു കുർബാന പോലെ, ഒരു പെസഹ അനുസ്മരണം പോലെ ഈ മീറ്റിങ്ങിനെ ഞാൻ കാണുകയാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഇവിടെ 5 പേരെ അനുമോദിക്കുകയുണ്ടായി. എൻ്റെ സെമിനറി പ്രവേശനം നടക്കുന്നത് അഭിമന്യ ജോസഫ് പൗത്തിൽ പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷനായിരുന്ന കാലത്താണ്. സെമിനറി വിദ്യാർത്ഥികളെ വളരെയേറെ സ്നേഹിച്ചിരുന്ന പിതാവ് ഇന്നും സഭയോട്, വലിയ പിതാവ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിൽ തൻ്റെ ജീവനം തന്നെ പൂർണ്ണമായും അർപ്പിച്ച പിതാവ് പ്രവാസികളായിരുന്നവരോട് എത്ര കരുതലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നത് തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തീരും. അവിടെ ആത്മീയ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട പൊരിക്കലസിനെ ഓർക്കുവാനും നല്ല അൽമായ നേതൃത്വം നൽകിയ ജേക്കബ് പൈനാടത്ത് സാറിനെ ആദരിക്കുവാനും അവിടെയുള്ള നല്ല മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഫലങ്ങളായിട്ട്, പ്രാർത്ഥനയുടെ ഫലങ്ങളായിട്ട് 2 പേര്, ഒരാൾ വൈദിക ജീവിതത്തിലേക്ക് ഫാദർ കെൻസിയും സന്യാസ ജീവിതത്തിലേക്ക് സിസ്റ്റർ മേരി ജോയും തിരഞ്ഞെടുക്കപ്പെടുവാനിട വന്നുവല്ലോ. ഇതെല്ലാം നല്ല അനുസ്മരണങ്ങളാണ്. ഇവിടെ ഇന്ന് ആദരിക്കപ്പെട്ട എല്ലാവരെയും ഞാനും ഹാർദമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് മനോഹരമായ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഇടവരുത്തിയതിന് ഇതിൻ്റെ ഭാരവാഹികളെയും ഞാൻ ഹാർദമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. And just like that, we move to the next segment of today's event, and that is, let us take a notice of a couple of felicitation messages by some of our archbishops. First felicitation message is by His Grace Mar Andrews Tarath, Archbishop of Thrissur. Dear Kuwait SMCA Returnees Forum members, SMCA members, dear Mr. Joy, greetings from Thrissur. On 27th November 2020, the Syro Malabar Cultural Association, SMCA Kuwait, their Returnees Forum, SMCA KRF, is celebrating the silver jubilee of the Syro Malabar Cultural Association Kuwait that was established on 1st December 1995. The main objective for the formation of SMCA was to uphold our Syro Malabar faith, to practice, foster, and to transfer the faith to our next generation. The visionaries behind the formation of SMCA thought of their next generation growing in the traditional faith that prompted them to grow in prayer life, in faith life, in Christian life. Personally, I witnessed the enthusiasm of the Syro Malabar faithful in living in Kuwait when I visited Kuwait in, if I remember correctly, in January 2011. Your commitment in a place where opportunities are and were very limited to follow the faith and bringing up the children in faith, to be very frank, to say your commitment and the best appreciation from all church authorities, Syro Malabar and both Allachi. As a result, now there are more opportunities granted to practice faith in Syro Malabar tradition compared to the past, especially before 1995. Now there is at least, if I understand correctly, one Syro Malabar priest in each
of the 4 parishes in Kuwait to take care of the needs of the Syro-Malabar faithful who are in adherence to the Syro-Malabar tradition. It is said that earlier, when the Syro-Malabar faithful had no proper pastors, and also when unity and fellowship were lacking, they were forced to practice the teaching of the available Christian groups, sometimes even Pentecostal, or any other teachings without knowing the difference between our Catholic faith and other Christian denominations, the Syro-Malabar rite and other rites, and so on. But now we are happy because due to the formation of SMCA, Syro-Malabar Cultural Association in Kuwait, it is a great help for all the migrants in Gulf countries, and it has become an inspiration for other migrants in Gulf countries. The Christian faithful, Syro-Malabar faithful, other Christian countries, Gulf countries, also realize the need to be united and to bring up the next generation in their proper traditions. In fact, the associations in line with SMCA were doing somewhat the responsibilities of, so to say, the parishes. During the past 25 years, SMCA Kuwait has done admirable services, especially in religious fields, in fostering religious values, Christian values, in charitable and social values, in the pastoral care for the church adherents and to the society in general. I understand that there were many housing projects carried out through the dioceses, and you were ready always to support the nation, support the poor and needy, especially during calamities. I'm happy to note that those who are associated with the SMCA Kuwait, mainly the founders, on the return from Kuwait are continuing their services, their commitment under the umbrella of Syro-Malabar Cultural Association Kuwait Returnees Forum. I'm so happy that you have erected or established a forum like that. Please accept my sincere appreciation, congratulations and prayers and support. I wish you every best in your future activities, and I wish God's abundant blessings on all of you. God bless you. Thank you. വല്യപിതാവിന് പോകേണ്ടതായതുകൊണ്ട് ഇപ്പോൾ നമ്മളിൽ നിന്ന് പോവുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം പിതാവ് നമുക്ക് വേണ്ടി ചെലവഴിച്ചു. പ്രത്യേകം SMCA KRFൻ്റെ എല്ലാവരുടെയും പേരിൽ പിതാവിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പിതാവിനെ യാത്രയാക്കാം. Our second felicitation message is from His Grace Mar Anthony Kariyal, Archiepiscopal Vicar of Ernakulam, Angamali. പ്രിയ മാതാപിതാക്കളെ, യുവതിയുവാക്കളെ, വാത്സല്യ കുഞ്ഞുമക്കളെ, എറണാകുളം ആർച്ച് ബിഷപ്സ് ഹൗസിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും അഭിവാദനം ചെയ്തുകൊള്ളട്ടെ. സീറോ-മലബാർ കൾച്ചറൽ അസോസിയേഷൻ കുവൈറ്റ് റിട്ടേണീസ് ഫോറം SMCA KRF SMCAയുടെ സ്ഥാപനത്തിൻ്റെ 25ാം വാർഷികം സിൽവർ ജൂബിലി ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഫോറത്തിൻ്റെ അംഗങ്ങൾക്ക് അനുമോദനങ്ങൾ, ഭാവുകങ്ങൾ, മംഗളങ്ങൾ ആശംസിക്കുന്നു. 1995 കുവൈറ്റിൽ സ്ഥാപിതമായ SMCA ആണ് ഗൾഫ് രാജ്യങ്ങളിൽ സിറോ-മലബാർ സഭയുടെ ആദ്യത്തെ അൽമായ സംഘടന. ഗൾഫ് രാജ്യങ്ങളിൽ
സമാനമായ സംഘടനകൾ സ്ഥാപിതമാകുന്നതിനും സജീവമായി ആ സംഘടനകളിൽ പ്രവർത്തനം നടക്കുന്നതിനും പ്രചോദനമായി കൊണ്ടിരിക്കുന്നത് SMCA ആണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. SMCA സ്ഥാപിതമാകുന്നതിന് മുമ്പ് ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങും നമ്മുടെ റീത്തിൽ കുർബാനകളില്ലായിരുന്നു. 1995 SMCA സ്ഥാപിതമായതോടുകൂടി സംഗതികൾ വ്യത്യാസമായി. ഇന്ന് മിക്കവാറും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് കുവൈറ്റിൽ, ആഴ്ചയിൽ 5 ദിവസം സീറോ മലബാർ റീത്തിൽ കുർബാന നടക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വിശ്വാസ പരിശീലനം നടക്കുന്നുണ്ട്. കുവൈറ്റിൽ 2 കുട്ടികളുമായി ആരംഭിച്ച വിശ്വാസ പരിശീലന ക്ലാസുകളിൽ ഇന്ന് 4500 കുട്ടികളാണ് ഉള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ വിശ്വാസ പരിശീലനം കൊടുക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് വിശ്വാസം ജീവിക്കുന്ന ഒരു സമൂഹമാണ് സീറോ മലബാർ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത തന്നെയാണ്. SMCA ആധ്യാത്മിക തലത്തിൽ ഒതുക്കി നിൽക്കുന്ന ഒരു പ്രവർത്തനം മാത്രമുള്ള സംഘടനയല്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലതും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ഹൗസിംഗ് പ്രോജക്ട്സ്. സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്തുമുള്ള പല രൂപതകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഹൗസിംഗ് പ്രോജക്ട്സിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും SMCAയിൽ നിന്ന് സാമ്പത്തികമായിട്ടും മറ്റു പലതരത്തിലും വളരെയധികം സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഞാൻ അനുസ്മരിക്കുകയാണ്. സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ കുവൈറ്റ് റിട്ടേണീസ് ഫോറത്തിലെ അംഗങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷവും SMCയുടെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജൂബിലി ആഘോഷിക്കുന്ന SMCയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഫോറത്തിലെ അംഗങ്ങൾക്ക് ഒരിക്കൽ കൂടി അനുമോദനങ്ങൾ, ഭാവുകങ്ങൾ, മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Our next message is from His Grace George Nyarlakat, Archbishop of Thalassery. പ്രിയമുള്ള സഹോദരന്മാരെ, കുവൈറ്റിലുള്ള SMCA സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. അവർക്കെല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജൂബിലിയുടെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. SMCയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോലികൾ തേടി കുവൈറ്റിലെത്തിയ മലയാളികളെ, പ്രത്യേകിച്ച് സീറോ മലബാർ സമൂഹത്തെ ഒരുമിപ്പിച്ച് ചേർക്കുന്നതിൽ SMCA പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവിടുത്തെ കുട്ടികൾക്ക് മതബോധനം നൽകുന്ന കാര്യത്തിലും സഭാ സിനഡിൻ്റെ തീരുമാനമനുസരിച്ച് വിശുദ്ധ കുർബാനകൾ നടപ്പാക്കുന്ന രീതിയിലും സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിന് ഇണങ്ങുന്ന രീതിയിൽ വിശ്വാസ പരിശീലനങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നതിലൊക്കെ SMCA എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നേടിയെടുക്കുവാൻ തീവ്രമായ പരിശ്രമം SMCA നടത്തിയ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ജൂബിലി കൊണ്ടാടുന്ന ഈ വേളയിൽ SMCA ചെയ്ത ഉപകാര പ്രവർത്തനങ്ങളെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഈ കാലഘട്ടത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 650ഓളം ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുകയുണ്ടായി. ആ ഭവന നിർമ്മാണ പദ്ധതിയിൽപ്പെടുത്തി തലശ്ശേരി അതിരൂപതയിലും ഏതാനും ഭവനങ്ങൾ SMCA TSSൻ്റെ സഹകരണത്തോടെ ചെയ്തു തന്നത് ഔദാര്യപൂർവ്വം, കൃതജ്ഞതാപൂർവ്വം അനുസ്മരിക്കട്ടെ. ഇതുകൂടാതെ ധാരാളം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം SMCA ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധു പെൺകുട്ടികളുടെ വിവാഹം, ഇങ്ങനെയുള്ള പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും SMCA മുന്നോട്ടിറങ്ങിയിരുന്നു.
ജൂബിലി കൊണ്ടാടുന്ന ഈ വേളയിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ഓർത്ത് തമ്മിലാരും നന്ദി പറയേണ്ട അവസരമാണ്. നിങ്ങളോട് കൂടിച്ചേർന്ന് നന്ദി പറയുവാൻ കൂടി അവസരം വിനിയോഗിക്കുന്നു. മാത്രമല്ല, നാട്ടിൽ നിന്ന് ഞങ്ങൾ പിതാക്കന്മാർ കുവൈറ്റിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ സ്വീകരിച്ചതും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്, നന്ദി പറയുകയാണ്. കുവൈറ്റിലെ SMCA റിട്ടേണീസ് ഫോറം ഈ ജൂബിലിയോടനുബന്ധിച്ച് നവംബർ 27 നമ്മുടെ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ്റ് തോമസിൽ വെച്ച് നടത്തുന്ന ആ അനുമോദന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. റിട്ടേണീസ് ഫോറത്തെ ഇപ്രകാരം ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിൽ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഒപ്പം ഇപ്പോൾ കുവൈറ്റിലായിരിക്കുന്ന SMCA പ്രവർത്തകർക്കും അവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം ജൂബിലിയുടെ ആശംസകൾ നേരുന്നു. ദൈവം നമ്മെയും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. സ്നേഹപൂർവ്വം, ജോർജ് ഞെർലക്കാട്, തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത. Our next message is from His Grace Mar Joseph Perimthotam, Archbishop of Changnacherry. സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ കുവൈറ്റ് 25 വർഷം പൂർത്തിയാക്കുകയാണല്ലോ. ഈ ജൂബിലി ഏറ്റവും സംയുക്തമായി ആചരിക്കുന്നതിന് കുവൈറ്റ് റിട്ടേണേഴ്സിൻ്റെ കൂട്ടായ്മ തീരുമാനിച്ചത് തീർച്ചയായിട്ടും വളരെ ഉചിതമായിരിക്കുന്നു. ഇങ്ങനെയൊരു അസോസിയേഷൻ കുവൈറ്റിൽ ആരംഭിക്കുന്നതിന് പ്രേരകമായത് അന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തയായിരുന്ന അഭിമന്യ ജോസഫ് പൗവത്തിൽ പിതാവാണ്. പിതാവിൻ്റെ ആ പ്രചോദനം ഉൾക്കൊണ്ട് അന്ന് അവിടെ കുവൈറ്റിൽ ആയിരുന്ന സിറോ മലബാർ വിശ്വാസികൾ നേതൃത്വം കൊടുത്ത് രൂപപ്പെടുത്തിയതാണ് ഈ അസോസിയേഷൻ. ദീർഘകാലമായിട്ട് അവിടെ ആയിരുന്ന വിശ്വാസികൾക്ക് വേണ്ടത്ര ആത്മീയ ശുശ്രൂഷ, അജപാലപരമായ ശുശ്രൂഷ ലഭിക്കുന്നില്ലായിരുന്നു. അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഈ അസോസിയേഷൻ വളരെയേറെ പരിശ്രമിക്കുകയും ക്രമേണ അത് സഫലമാവുകയും ചെയ്തു. അഭിമന്യ പൗവത്തിൽ പിതാവിൻ്റെ ഈ ആഗ്രഹം പ്രാവർത്തികമാക്കുവാൻ പിതാവ് നിയോഗിച്ചത്, ആത്മീയ നേതൃത്വം കൊടുക്കുവാൻ പിതാവ് നിയോഗിച്ചത് അന്ന് പാറേപ്പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോൺ പുരയ്ക്കൽ അച്ഛനാണ്. അദ്ദേഹം ഈ കാര്യത്തിനു വേണ്ടി എത്രമാത്രം ആത്മാർത്ഥതയോടെ ശുഷ്കാന്തിയോടെ പരിശ്രമിച്ചിരുന്നു എന്നുള്ളത് എനിക്കും നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം കുവൈറ്റ് സന്ദർശിക്കുകയും അവിടെയുള്ള സിറോ മലബാർ വിശ്വാസികളെ കാണുകയും അവർക്ക് ഉത്തേജനം നൽകുകയും ചെയ്തു.